ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് എൻ്റെ ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു പ്ലാൻഡ് വ്ളോഗ് അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ ചുമ്മാ ഒരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പുറത്തേക്ക്. അപ്പോൾ ശരി, ഞാൻ ഈവനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് നടക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് എങ്ങനെയാണ് നമുക്ക് കാണാം. ഇന്ന് ആക്ച്വലി ഞങ്ങൾക്കൊരു ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ശരി, ഞങ്ങൾ വിചാരിച്ച് എനിക്ക് പുറത്തൊക്കെ പോയി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ നേരത്തെ നടക്കാനായിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു സ്കൂളാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ കുറേ ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞങ്ങളിവിടെ കുറേ വട്ടം നടക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരി ഞാൻ വിചാരിച്ച് ഇവിടെ വന്നിട്ടൊരു ബ്ലോഗ് എടുക്കാമെന്ന്. കാരണം ഇവിടെ നല്ല അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്താ, ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ബാക്കിൽ. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരം നടന്നിട്ട് റൂമിൽ പോകും. റൂമിൽ ചെന്നിട്ട് എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് റൂമിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പം എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ എങ്ങനെയാണ് ഞാൻ റൂമിൽ വന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ സ്കിൻ കെയർ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാറുള്ളതാണ്. സ്കിന്നിൽ ഫേസ് മാസ്ക് ഒക്കെ ചെയ്യും. കാരണം നിങ്ങൾക്ക് എൻ്റെ സ്കിൻ ഇവിടെ കണ്ടറിയാം കുറച്ച് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഈ പീരിയഡ്സ് ടൈമിലൊക്കെ നമുക്ക് ഫേസിൽ പിമ്പിൾസ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഫേസിൽ ചെയ്യാറുണ്ട്. ഹെയറിൽ ഞാൻ നാട്ടിലിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഹെയർ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ലെന്ന് തന്നെ പറയാം. എന്നാലും ചില ഓഫൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് ഓയിൽ വെച്ചിട്ട് നല്ല മസാജൊക്കെ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർക്ക് വെച്ചിട്ടായിരിക്കും ഞാൻ പോയി കുളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഹെയറിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ വന്നിങ്ങനെ സംസാരിക്കുന്നത്. മോസ്റ്റ്ലി ഞാൻ എപ്പോഴും ഇടാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുത്ത് അങ്ങനെ ആയിരിക്കും ഞാൻ എപ്പോഴും വീഡിയോ ഇടാറുള്ളത്. അപ്പോൾ എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം. എന്തായാലും ഈ വീഡിയോ ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മാത്രമല്ല അനന്ത് ഇവിടെ ഇല്ല, എപ്പോഴും ആളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഞാൻ സെൽഫായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആൾ പുറത്ത് പോയിക്കാണ്. അപ്പോൾ എങ്ങനെ ആയിരിക്കും നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വലുതായിട്ടൊന്നുമില്ല. ഞാനാണെങ്കിൽ എപ്പോഴും ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ഇതെന്ന് വെച്ചാൽ അവർക്ക് അറിയാലോ, വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളാണ്. ഇത് ഞാൻ ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിത് രണ്ടെണ്ണം എടുക്കാം. രണ്ടെണ്ണം എപ്പോഴും എടുക്കാറുള്ളത്. രണ്ടെണ്ണം വെച്ച് ചെയ്യാം. ഓയിൽ അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പം കാച്ചി എണ്ണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ഓയിലിൻ്റെ കൂടെ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാറുള്ളൂ. ഡയറക്റ്റ് അപ്ലൈ അധികം ഞാൻ ചെയ്യാറില്ല. അപ്പം മാത്രം ഇത് ഒരു ക്യാപ്സ്യൂളിൽ കുറച്ച് മാത്രമല്ല ഉള്ളൂ. അപ്പം ഇത് ചിലപ്പോൾ ഞാൻ ഓയിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് തേക്കാറുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ചൂടാക്കാതെ നോർമലായിട്ട് അങ്ങ് തേക്കാം. കാരണം ടൈമില്ല. ഇവിടെ ടൈം ഇപ്പോൾ തന്നെ 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. അപ്പോൾ നമുക്ക് ഇന്ന് ചൂടൊന്നും ആക്കുന്നില്ല. നോർമലി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യാം. ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിലിനകത്ത് ഈ ക്യാപ്സ്യൂൾ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇത് ഫേസിലും അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതും ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യില്ല. എന്തിനെങ്കിലും ലോഷൻ്റെയോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം തേക്കാനെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയത്തില്ല കേട്ടോ, ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം. മോസ്റ്റ്ലി 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് കൂടുമ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോൾ ലീവല്ല അന്നേരം, പിന്നെ ലീവല്ല, ഓഫ് ഡേ ആണല്ലോ. അപ്പോൾ നമുക്ക് ഓയിലൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് ക്യാമറ എടുത്തതിനെ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. നമ്മൾ ഓരോ ലെയറായിട്ട് എടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യും.
അങ്ങനെ തന്നെ നല്ലതായിട്ട് മസാജ് ചെയ്ത് കേട്ടോ. ഹെയർ കുറച്ച് നേരം ഇത് മസാജൊക്കെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് അതിൽ കൂടുതൽ പോകത്തില്ല കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ആ സമയം കൊണ്ട് ഞാൻ ഹെയർ നല്ലതായിട്ട് മസാജ് ചെയ്തിട്ട് ഹെയർ കെട്ടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് അങ്ങനെ വെച്ചിട്ട് ആ സമയം കൊണ്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യും. എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരും. അപ്പോൾ ഇന്നും അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഹെയർ കെട്ടി വെച്ചിട്ട് നമുക്കിനി സ്കിൻ കെയറിലോട്ട് പോകും. അങ്ങനെ ഞാൻ ഹെയറൊക്കെ മസാജ് ചെയ്ത് കെട്ടി വെച്ചു കേട്ടോ. ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പോയിട്ട് എൻ്റെ ഫേസ് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് നമുക്കിതൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ പോയി ഫേസൊക്കെ വാഷ് ചെയ്തു. ഇത് നമുക്ക് ടൊമാറ്റോയും ഷുഗറും കൂടെ നമുക്ക് സ്കിൻ കെയറിനായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഷുഗർ ഇട്ടിട്ട് നമുക്ക് ടൊമാറ്റോ അതിനെ ഡിപ്പ് ചെയ്ത് ഫേസിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യാം. നോക്കാം. ഇവിടെ മുതൽ ഞാൻ ഓൺ വോയിസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളി എന്ന് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ ഞാൻ ഒരു തക്കാളിയുടെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടാണെങ്കിൽ അത് പഞ്ചസാര ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നല്ലതുപോലെ റബ്ബ് ചെയ്യുവാണ് കേട്ടോ. പഞ്ചസാര ഇല്ലാതെ നമുക്ക് തക്കാളി മാത്രം ഫേസിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് തരുന്ന ഒന്നാണ് ഈ തക്കാളി എന്ന് പറയുന്നത്. നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഞാൻ മിക്കവാറും എൻ്റെ സ്കിന്നിൽ ഫ്രീ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ഫേസിൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒന്നാണ് ഈ തക്കാളി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതൊരു 5 മിനിറ്റ്സ് ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി. ഇത് ഫേസിൽ അധികം നേരം വെക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കുറച്ച് നേരം സ്ക്രബ് ചെയ്തിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരുപാട് നേരം വെക്കുന്നില്ല കേട്ടോ. ഒരു വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നെക്സ്റ്റ് അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നു. ഇത് നമുക്ക് അടുത്തത് ഫേസ് മാസ്കിലോട്ട് പോവാം. എന്തൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കണ്ടില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫേസ് മാസ്കിന് വേണ്ടിയിട്ട് എടുത്തത്. ഇതിനകത്ത് ഓൾറെഡി കണ്ടു കാണും. ഷുഗറുണ്ട്, കോഫി പൗഡർ, പിന്നെ തേന്, തൈര്, ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് പല രീതിയിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ചിലപ്പം റോസ് വാട്ടർ ഉണ്ടല്ലോ, തേനും തൈരിനും പകരം റോസ് വാട്ടർ എടുത്ത് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് തൈരുണ്ടായതുകൊണ്ട് തൈരും കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. മോസ്റ്റ്ലി ഞാൻ റോസ് വാട്ടറും തേനും ആയിരിക്കും. തൈര് ഇന്നിവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് തൈര് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ ചിലപ്പം സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ പോകും, പുറത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വരും. അപ്പം ഇന്നിനി എന്താ പോകില്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അനന്ത് വന്നെങ്കിൽ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. പുറത്ത് പോവുകയാണെങ്കിൽ അതുകൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ഞാൻ വാഷ് ചെയ്ത് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് ഇപ്പോൾ ഷോപ്പിൽ വന്നിട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു അനന്ത് വന്നിട്ട് നമ്മൾ ചിലപ്പം പുറത്ത് പോകുന്നു. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ വന്നു. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിൽക്കുവാണ്. അപ്പം റൂമിൽ നിന്ന് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് തന്നെ നമ്മളിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്കിന്നത് ബില്ല് ചെയ്യണം. ആക്ച്വലി എൻ്റെ എല്ലാ ഈവനിങ്ങും ഇതുപോലൊന്നുമില്ല, ചിലപ്പോൾ വ്യത്യാസം വരും. അത് നമ്മുടെ ഡ്യൂട്ടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിൽ കാണിച്ച സ്കിൻ കെയറും ഹെയർ കെയർ വലുതായിട്ടില്ല, എന്നാലും സ്കിൻ കെയറൊക്കെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റൂമിൽ പോയിട്ട് ഫുഡ് കുക്ക് ചെയ്യണം. പറ്റുവാണെങ്കിൽ അതുകൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഇപ്പോൾ ചുമ്മാ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. അതിന് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇവിടാണെങ്കിൽ നല്ലതായിട്ട് വണ്ടിയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊക്കെ നല്ലതായിട്ട് സൗണ്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമുക്ക് റൂമിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ കാണാം. അങ്ങനെ നമ്മൾ റൂമിൽ വന്നിട്ട് എനിക്ക് എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മളങ്ങനെ ഉണക്കക്കൊഞ്ചുണ്ടല്ലോ, അത് വെച്ച് കൊഞ്ച് തീയലും മാങ്ങാക്കറിയുമാണ് വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.